അക്രമാസക്തരായ വർഗീയ ഭ്രാന്തിളകിയ ആൾക്കൂട്ടത്തോട് ആ ചെറുപ്പക്കാരൻ ധൈര്യത്തിൽ പറഞ്ഞു, മേര നാം മുഹമ്മദ് ദീപക്, എൻ്റെ പേര് മുഹമ്മദ് ദീപക് എന്നാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? മതഭ്രാന്തിളകിയ പേപ്പട്ടികളുടെ മുമ്പിൽ വെച്ച് ധൈര്യമായി ഇങ്ങനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോൾ അതിൻ്റെ മുമ്പിൽ ആക്രമികൾ പകച്ചുപോയി. റിപ്പബ്ലിക് ഡേ ദിവസത്തിൽ തൻ്റെ സുഹൃത്തിനൊപ്പം സംസാരിച്ചിരിക്കുകയായിരുന്നു ദീപക് കുമാർ. സുഹൃത്തായ വിജയ് റാവത്തിനൊപ്പം സംസാരിച്ചിരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്തെ കടയിൽ ആൾക്കൂട്ടത്തെ കാണുന്നത്. ആൾക്കൂട്ടം അവിടെ ഇരിക്കുന്ന വൃദ്ധനായ ഒരു മനുഷ്യനോട് കച്ചവടക്കാരനോട് ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ കടയുടെ ബോർഡ് മാറ്റണം, ബാബ എന്ന പേര് മാറ്റണം. അപ്പോൾ ഈ കോലാഹലത്തിനിടയിലേക്കാണ് ദീപക് എന്ന് പറയുന്ന ജിം ട്രെയിനർ അവിടെ എത്തുന്നത്. ആൾക്കൂട്ടത്തോട് ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നം എന്താണ്? അപ്പോൾ പറഞ്ഞു, ഈ കടയുടെ പേര് ബാബ എന്നാണ്. ബാബ എന്ന് പറയുന്ന പേര് ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട പേരാണ്. ആ പേര് മാറ്റണമെന്നായിരുന്നു ആൾക്കൂട്ടത്തിൻ്റെ ആവശ്യം. കടക്കാരൻ പറഞ്ഞു, ഞാൻ 30 വർഷമായി ഇവിടെ ഇതേ പേരിൽ കട നടത്തുന്നു. ഉടനെ ദീപക് ഇടപെട്ട് ചോദിച്ചു, 30 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്ന കടയുടെ പേര് മാറ്റുന്നില്ല എന്നായിരുന്നു ഉറച്ച സ്വരത്തിൽ അക്രമികളോട് ആ ചെറുപ്പക്കാരൻ്റെ പ്രതികരണത്തിൽ പകച്ചുപോയ ആൾക്കൂട്ടം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? ആ പേരെന്താണെന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ ധീരനായി ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ പേര് മുഹമ്മദ് ദീപക്, നിങ്ങൾക്ക് എന്തു വേണം? ഉത്തരം കേട്ടതോടെ വർഗീയ പേവിഷയിളകിയ ആ പേപ്പട്ടികൾ വാല് ചുരുട്ടി പിന്നോട്ട് പോവുകയുണ്ടായി. ആ ഉത്തരത്തിൻ്റെ മുമ്പിൽ അവർ പകച്ചുപോയി. എല്ലാ മതവിദ്വേഷങ്ങളോടുള്ള, മതവിഭജനങ്ങളോടുള്ള, മതത്തിൻ്റെ പേരിലുള്ള ആക്രമണങ്ങളോടുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് അദ്ദേഹം മേരാ നാം മുഹമ്മദ് ദീപക് എന്ന് പറയുകയുണ്ടായത്. അക്രമികളുടെ മുഴുവൻ വർഗീയ വിദ്വേഷങ്ങൾക്കും നേരെ ഉപയോഗിച്ച ആറ്റം ബോംബായിരുന്നു ആ മറുപടി. ദീപക് കുമാർ എന്ന ചെറുപ്പക്കാരന് വലിയ വില അതിൻ്റെ പേരിൽ നൽകേണ്ടി വന്നു. ധീരതയുടെ പേരിൽ, മതസഹിഷ്ണുതയുടെ പേരിൽ ആദരിക്കപ്പെടേണ്ട ഒരു മനുഷ്യനെതിരെ FIR ഇട്ടുകൊണ്ടാണ് ഉത്തരാഖണ്ഡിലെ BJP സർക്കാർ പ്രതികാരം ചെയ്തത്. നാണിപ്പിക്കുന്ന വിധത്തിലുള്ള ലജ്ജാകരമായ വിദ്വേഷ രാഷ്ട്രീയം പറയുന്ന BJP ഗവൺമെൻറ്റിൽ നിന്ന് ഒരിക്കലും മനുഷ്യത്വം നാം പ്രതീക്ഷിക്കരുത്. അവർക്ക് പഥ്യം വിഭജനവും വിദ്വേഷവുമാണ്. പരമത വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് മാത്രം ഇന്ത്യയെ വിഭജിക്കാൻ തീരുമാനിച്ച അക്രമാസക്തരായ വിദ്വേഷ പ്രചാരകരുടെ മുമ്പിൽ പകച്ചു നിൽക്കാതെ ധീരതയോടെ മറുപടി നൽകാൻ ദീപകിന് സാധിച്ചു. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷവും ദീപകിൻ്റെ അഭിപ്രായമുള്ളവരാണ്. മതത്തിൻ്റെ പേരിൽ രാജ്യത്ത് നടക്കുന്ന വിഭജനത്തിനെതിരെ നിശബ്ദമായി പ്രതിഷേധിക്കുന്നവരാണ് ഇന്ത്യയിലെ പൗരാവലി. അവർ മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്തവരാണ്. രാജ്യത്തെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും മറ്റുള്ള മതസ്ഥരും. പക്ഷേ മതത്തിൻ്റെ പേരിൽ വിഭജനമുണ്ടാക്കി ആ വിഭജനത്തിൻ്റെ മൂലധനം ഉപയോഗിച്ചുകൊണ്ട് ആ ഇന്ധനത്തിൽ അധികാരത്തിലെത്താൻ, അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന BJPയും RSSും ബജ്റംഗ് ദളും വർഗീയതയുടെ ആൾ രൂപങ്ങളായി ആൾക്കൂട്ടത്തെ നഗരങ്ങളായ നഗരങ്ങളിലും ഗ്രാമങ്ങളായ ഗ്രാമങ്ങളിലും അഴിച്ചു വിട്ടിരിക്കുകയാണ്. സഹസ്രാബ്ദങ്ങളായി സഹവർത്തിത്വത്തോടെ, സഹിഷ്ണുതയോടെ ലോകത്തെ സ്വീകരിച്ച ഹിന്ദു ധർമ്മത്തിൻ്റെ പേരിൽ, ഹിന്ദു സംസ്കാരത്തിൻ്റെ പേരിൽ ഇത്തരം ഗുണ്ടകൾ മതഭ്രാന്തന്മാരായി അഴിഞ്ഞാടുമ്പോൾ യഥാർത്ഥ ധർമ്മത്തിലും സനാതന മൂല്യങ്ങളിലും വിശ്വസിക്കുന്ന ഹിന്ദുക്കൾ തെരുവിലിറങ്ങി ഇത്തരം ഗുണ്ടകളെ നേരിട്ടാൽ വർഗീയത അന്ന് അവസാനിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ബാബ ഫരീദുദ്ദീൻ, ബാബ എന്ന പേര് ഹിന്ദു സന്യാസികളും സൂഫികളും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കോമൺ ടേമാണ്. പക്ഷേ അത് തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ആ ബോർഡ് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഗുണ്ടകളെ നയിക്കുന്നത്, ആ ആൾക്കൂട്ടത്തെ നയിക്കുന്നത്
പരമത വിദ്വേഷം മാത്രമാണ്. വർഗീയത കൊടികുത്തി വാഴുന്ന കെട്ടകാലത്ത് ഞാൻ മുഹമ്മദ് ദീപക് എന്ന് പറയാൻ കാണിച്ച ആ ചങ്കൂറ്റത്തിന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇരുട്ടിലെ ഒരു തരി വെളിച്ചമായി അത് പ്രകാശിക്കുക തന്നെ ചെയ്യും. ആ പ്രകാശത്തിൽ ഇന്ത്യ ജീവിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.